എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാമ്പഴം മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് വീട്ടിലിപ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ അടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മാമ്പഴം മുളകിട്ടത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത 2 മൂവാണ്ട മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 8-10 ചെറിയുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് കറിവേപ്പില വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. ഇതെല്ലാം കൂടെ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ നമ്മളിത് കൈകൊണ്ട് തന്നെ മിക്സാക്കി എടുക്കുക, സ്പൂൺ വെച്ചിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇനി ഞാൻ വീണ്ടും ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മാമ്പഴം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു കറിയുടെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീണ്ടും ഇതെല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ആ മാമ്പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ വാളംപുളിയുടെ നീരോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മാമ്പഴത്തിന് നല്ല മധുരമായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ചെറിയൊരു പുളിയും കൂടെ കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു കറിക്ക് കിട്ടുക. പിന്നെ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ തക്കാളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും നമ്മുടെ മാമ്പഴം മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ചോറിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്കിത് കഞ്ഞിയുടെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.